ഹലോ ഓൾ, എല്ലാവർക്കും PSC മെന്ററിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ സയൻസിൻ്റെ ആണെങ്കിലും മറ്റുള്ള വിഷയങ്ങളുടെ ആണെങ്കിലും എല്ലാ SCRTസും ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ പഠനത്തിൽ SCRT എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് SCRT ഒഴിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് LDC ക്രാക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ കഠിനമായിരിക്കും. പക്ഷേ SCRT നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിലോ അത് പഠിക്കുക എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സിനെ കുറച്ചുകൂടെ ഈസി ആക്കി തരും. സോ നമുക്കിന്ന് ജീവശാസ്ത്രം വിഷയത്തിലെ 10ാം ക്ലാസ് SCRTയിലെ ഒന്നാമത്തെ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഈ ഒരു ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് സെഷനും ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ഒരു ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്, സെക്കൻഡ് പാർട്ടാണിത്. സോ ആ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മളിന്ന് 10ാം ക്ലാസ് SCRTയിലെ അറിയാനും പ്രതികരിക്കാനും എന്നുള്ള ഒരു ചാപ്റ്ററിൻ്റെ രണ്ടാം ഭാഗമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് 2 ഭാഗങ്ങളായിട്ട് ഈ ഒരു ക്ലാസ് നമ്മൾ എടുത്തു പോകുന്നത്. സോ എന്താണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മസ്തിഷ്കത്തെക്കുറിച്ചാണ് അല്ലേ, നമ്മുടെ തലച്ചോറിനെ കുറിച്ച് സുഷുമ്നയെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. സുഷുമ്ന എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പൈനൽ കോഡ്. അപ്പോൾ എന്തൊക്കെയാണ് മസ്തിഷ്കത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് റീകോൾ ചെയ്യാൻ ശ്രമിച്ചേ. മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾ, അവയുടെ ഉപയോഗങ്ങൾ ഒക്കെ, നമ്മുടെ ബ്രെയിൻ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു നമ്മുടെ മലയാളം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇംഗ്ലീഷ് കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് അങ്ങനത്തെ വാക്കുകളും കൂടെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. PSC പൊതുവെ പരീക്ഷയിൽ മലയാളം ഉപയോഗിച്ച് കാണുന്നതുകൊണ്ടാണ് നമ്മൾ മലയാളം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മാത്രമല്ല SCRTയുടെ മലയാളം വെർഷനാണ് നമ്മൾ ഫോളോ ചെയ്തു പോകുന്നത്. അതായിരിക്കും നമ്മുടെ പരീക്ഷയ്ക്ക് കുറച്ചുകൂടെ എളുപ്പം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ കൂടുതൽ ഇംഗ്ലീഷ് വാക്കുകളും ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. നമുക്ക് നോക്കാം എന്താണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് ചോദിച്ച ആ ചോദ്യം എന്താ ഞാൻ ചോദിച്ചത്. മദ്യം ബാധിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം എന്തായിരുന്നു, ബ്രെയിനിൻ്റെ പാർട്ട് ഏതായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഏതായിരുന്നു ആ പാർട്ട്? ആ പാർട്ട് സെറിബെല്ലമാണ്. സെറിബെല്ലം. ഓക്കെ, മദ്യം ബാധിക്കുന്നത് തലച്ചോറിൻ്റെ സെറിബെല്ലം എന്ന് പറയുന്ന ഭാഗമാണ്. ഇതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? എങ്ങനെ ഓർക്കാം? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്നു എന്നതാണ് സെറിബെല്ലം ചെയ്യുന്ന ഒരു കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ ഒരു കാര്യവുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയേ. മദ്യപിച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ കൺട്രോൾ പോകും, നമ്മുടെ വട്ടോളിയെ പോലെ ശരീരത്തിൻ്റെ തുലനനില നഷ്ടപ്പെടും, വീഴാൻ പോകുന്ന പോലെ തോന്നും. എന്തുകൊണ്ടാണ് അങ്ങനെ വീഴാൻ പോകുന്ന പോലെ തോന്നുന്നത്? കാരണം ഈ പറയുന്ന മദ്യം സെറിബെല്ലത്തെ ബാധിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് മദ്യം ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് സെറിബെല്ലമാണ്. ഇനി നിങ്ങളിത് മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ബ്രെയിനിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ശരീരത്തിലെ വേറെ ഒരു പ്രവർത്തനവും നടക്കില്ല. ബ്രെയിൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന ബ്രെയിനിനെ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കെയർ ചെയ്ത് സംരക്ഷിച്ച് അടിപൊളിയാക്കി വെക്കണം. തീർച്ചയായിട്ടും ശരീരം അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരം നമ്മുടെ ഈ ബ്രെയിനിനെ പൊതിഞ്ഞ് സൂക്ഷിച്ച് അടിപൊളിയാക്കി വെച്ചിരിക്കുന്നത്? നമുക്ക് നോക്കാം എങ്ങനെയാണ്. മസ്തിഷ്കത്തെയും സുഷുമ്നയെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 സ്തരപാളികളുള്ള ഒരു ആവരണമുണ്ട്. ആവരണത്തിൻ്റെ പേരാണ് മെനിഞ്ചസ്. അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ മെനിഞ്ചസാണ്. മെനിഞ്ചസിന് 3 സ്തരം, അതായത് 3 ലെയർ ഉണ്ട്. അതായത് ഇങ്ങനെ 3 ലെയറുള്ള ഒരു മെംബ്രെയിനാണ്. സ്തരം എന്ന് പറഞ്ഞാൽ മെംബ്രെയിനാണ് നമ്മുടെ ഈ പറയുന്ന മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ 3 ഇതുള്ളതിനകത്താണ് ബ്രെയിൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, സുഷുമ്നയാണെങ്കിലും അതെ. അപ്പോൾ മനസ്സിലാക്കുക, ആ രീതിയിലാണ് മസ്തിഷ്കം സംരക്ഷിച്ചു വെച്ചേക്കുന്നത്. എന്തുകൊണ്ടാണ് 3 പാളികളുള്ള ഒരു സ്തരം മെംബ്രെയിനാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചസ് ഉണ്ടെങ്കിലും ഈ മെനിഞ്ചസ് കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിച്ചിട്ടുള്ള ഈ പറയുന്ന തലച്ചോറിനെ അല്ലെങ്കിൽ ബ്രെയിനിനെ എടുത്തു വെച്ചിരിക്കുന്ന എന്തിനകത്താ? തലയോടിനകത്താണ് അല്ലേ. തലയോടിനകത്താണ് ഈ പറയുന്ന മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ മെനിഞ്ചസിന് ഞാൻ പറഞ്ഞു 3 സ്ഥലങ്ങളുണ്ട്, 3 പാളികളുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിൻ്റെ അറകളിലും സെറിബ്രോസ്പൈനൽ ദ്രവം അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു സാധനം അടങ്ങിയിട്ടുണ്ട്. അതെന്തിനാ അങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിൽ 3 ലെയർ ആവുന്ന സമയത്ത് ഈ 3 ലെയറുകൾ നമ്മളിങ്ങനെ ഫ്രിക്ഷൻ വരും അല്ലേ. ആ ഒരു ഫ്രിക്ഷൻ ഇല്ലാതിരിക്കാനും അതുപോലെ തന്നെ തലച്ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കോശങ്ങൾക്ക് വേണ്ടി പോഷണങ്ങളും മറ്റും കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ സെറിബ്രോസ്പൈനൽ ദ്രവമുള്ളത്. അത് മാത്രമല്ല, എക്സ്റ്റേണലി നമുക്ക് വരുന്ന ആ ഒരു ആഘാതങ്ങൾ, അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാൻ തലച്ചോറുണ്ട്, മെനിഞ്ചസ് ഉണ്ട്. ഈ മെനിഞ്ചസിനകത്ത് ഈ ഒരു ഫ്ലൂയിഡ് ദ്രവം നിറച്ചു വെച്ചിട്ടുണ്ട്. അതായത് തലച്ചോറിന് മറ്റ് ആഘാതങ്ങളൊക്കെ വരാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന മെനിഞ്ചസും
അതുപോലെ തന്നെ അതിനകത്തുള്ള സെറിബ്രോ സ്പൈനൽ ദ്രവവും സഹായിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ക്ലാസ് നിങ്ങൾ ഒരു സ്ഥലത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ കൈയുടെ അടുത്ത് ആരെങ്കിലും ഒരാൾ കുറച്ച് തീ കൊണ്ടുവന്നു വിചാരിക്കട്ടെ, ചൂടുള്ള എന്തെങ്കിലും ഒരു സംഭവം. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പോലും അറിയാതെ, ഈ ക്ലാസ്സിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ പോലും അറിയാതെ പെട്ടെന്ന് നിങ്ങൾ കൈവലിക്കും. നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുക. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ചിന്തിച്ചോ, ഓക്കെ തീ വരുന്നു, ചൂടുണ്ട്, പൊള്ളും, എന്നാൽ പിന്നെ കൈവലിച്ചേക്കാം. ഇങ്ങനെ ആലോചിച്ചിട്ടാണോ നിങ്ങൾ ചെയ്തത്? അല്ല. ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിരുന്നു. നിങ്ങൾ പെട്ടെന്ന് ചെയ്തൊരു കാര്യം അത്. അങ്ങനെ ചെയ്യാൻ എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പോലും ചിന്തിക്കാതെ നമ്മൾ അടിയന്തര സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു പോകും. അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ പോലും അറിയാൻ നമ്മൾ ഭയങ്കര പെട്ടെന്ന് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് സാധ്യമാവുന്നത്? നമുക്ക് നോക്കാം. എന്താ സംഭവിക്കുന്നത്? ഒരു തീയുടെ അടുത്ത് പോകുന്നു, തീ പൊള്ളലുണ്ടാവുന്നു. ഈ സമയത്ത് ഇവിടെ ഒരു ഉദ്ദീപനം ഉണ്ടാവുന്നു. ഉദ്ദീപനം എന്താണെന്ന് ചോദിച്ചിരുന്നു. എന്താ ഉദ്ദീപനം? അത് സ്റ്റിമുലയാണ്. ഓക്കെ, ഒരു സ്റ്റിമുലൈ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് ഉണ്ടാവുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അവിടെയുള്ള ഗ്രാഹി എന്താ? റിസപ്റ്റേഴ്സ്. ആ ഗ്രാഹി ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു, സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു, അത് മസ്തിഷ്കത്തിൽ എത്തുന്നു എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അങ്ങനെ അവിടെ ആവേഗങ്ങൾ രൂപപ്പെടുന്നു. അതോടുകൂടി എന്ത് സംഭവിക്കുന്നു? ഈ ആവേഗങ്ങൾ സുഷുമ്നയിലേക്ക് എത്തുന്നു. സുഷുമ്ന നമ്മുടെ സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡിലേക്ക് എത്തുന്നു. ഏത് നാഡി വഴി? സംവേദ നാഡി വഴി. ഓക്കെ, സംവേദ നാഡി വഴിയാണ് ഇത് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്ത് ചെയ്യുന്നു? നേരെ സുഷുമ്നയിലേക്കാണ് അത് കടന്നു പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇന്റർ ന്യൂറോൺ ഇവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ സംവേദ നാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്ന കോശമാണ് ഇന്റർ ന്യൂറോൺ. അതായത് ഈ ആവേഗങ്ങൾക്ക് അനുസൃതമായിട്ട് വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ അവിടെ രൂപപ്പെടുത്തുന്നു. അതായത് നിങ്ങൾ കൈവലിക്കുക എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകുന്നുള്ള പെട്ടെന്നുള്ള ഒരു സന്ദേശം അവിടെ രൂപപ്പെടുത്തുന്നു. എന്നിട്ട് എന്താ സംഭവിക്കുന്നു? പ്രേരകനാഡി എന്താ? നമ്മുടെ സുഷുമ്നയിൽ നിന്നും ശരീരഭാഗങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സാധനമാണ് പ്രേരകനാഡി. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇന്റർ ന്യൂറോണിൽ നിന്നും നേരെ പ്രേരകനാഡിയിലേക്ക് സന്ദേശം പോകുന്നു. അപ്പൊ സുഷുമ്നയിൽ നിന്ന് ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ആ ബന്ധപ്പെട്ട നിർദ്ദേശം പേശിയിലേക്ക് കൊണ്ടുപോകുന്നു. അതായത് പേശി എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഈ ബന്ധപ്പെട്ട പേശി, ഇപ്പൊ കൈയാണെങ്കിൽ കൈ, കാലാണെങ്കിൽ കാല്, ഈ പറയുന്ന ബന്ധപ്പെട്ട പേശി എന്ത് ചെയ്യുന്നു? അതിന്റെ ഒരു പ്രവർത്തനം കാരണം കൈ വലിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെ സംഭവിച്ചു? ഒരു സ്റ്റിമുലസ് വന്നു, അതായത് ഒരു ഉദ്ദീപനം വന്നു. അതിനനുസരിച്ചിട്ട് അവിടുത്തെ ഗ്രാഹി ആവേഗങ്ങൾ രൂപപ്പെടുത്തി. അത് സംവേദ നാഡിയിലൂടെ നേരെ സുഷുമ്നയിലുള്ള ഇന്റർ ന്യൂറോണിലെത്തി. അവിടെ വെച്ച് വേണ്ട നിർദ്ദേശം എന്താന്നുള്ളത് രൂപപ്പെട്ടു. ആ നിർദ്ദേശം പ്രേരകനാഡി വഴി വന്നിട്ട് ബന്ധപ്പെട്ട മസിൽ എന്താണോ അല്ലെങ്കിൽ പേശി എന്താണോ ആ പേശി പ്രവർത്തിച്ചു. അതായത് തീ കണ്ടപ്പോൾ നമ്മൾ കൈ വലിച്ചു. ഇത്രയും കാര്യങ്ങൾ ഭയങ്കര പെട്ടെന്ന് നടക്കുന്ന സംഭവമാണ്. ഭയങ്കര വിത്തിൻ സെക്കൻഡ്സ് നടക്കുന്ന സംഭവം. ഇവിടെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഈ ഒരു റിഫ്ലക്സ് ആർക്കിനകത്ത് എവിടെയെങ്കിലും ബ്രെയിൻ ഉണ്ടോ? എവിടെയെങ്കിലും മസ്തിഷ്കം ഉണ്ടോ? ഇല്ല. അതായത് ഈ പറയുന്ന റിഫ്ലക്സ് എന്ന് പറയുന്നത്, ഇത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ബ്രെയിൻ ഇൻവോൾവ് ആകാതെ ചെയ്യുന്ന സംഭവങ്ങളാണ്. അതായത് ഇപ്പോൾ തീ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൈവലിക്കുന്നതും ആരെങ്കിലും ഒരാൾ നമ്മളെ തല്ലാൻ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് മാറിക്കളയുന്നതും ഒക്കെ എന്താണ്? വളരെ പെട്ടെന്ന് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിൻ ഇൻവോൾവ് ആക്കി ബ്രെയിനിനോട് പ്രോസസ്സൊക്കെ ചെയ്ത് എടുക്കാനുള്ള സമയമില്ല, പെട്ടെന്ന് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ ഇൻവോൾവ് ആയിരിക്കുന്നത് ആരാണ്? സുഷുമ്നയാണ്, അല്ലെങ്കിൽ സ്പൈനൽ കോഡാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ രീതിയിലാണ് റിഫ്ലക്സുകൾ പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ ഒരു റിഫ്ലക്സ് നടക്കുന്ന സമയത്ത്, ഒരു റിഫ്ലക്സ് ആക്ഷൻ നടക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും? നമ്മൾ പോലും അറിയാതെ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കും. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ചോദിക്കുള്ളൂ എന്താ രാമേന്ദ്ര പ്രശ്നം എന്ന്. അത്രയും പെട്ടെന്നാണ് നമ്മൾ പ്രതികരിക്കുന്നത് ഈ പറയുന്ന ഒരു റിഫ്ലക്സ് നടക്കുമ്പോൾ. അപ്പം നമുക്ക് പറയാം, സോറി, എൻ്റെ ബ്രെയിൻ പോലും അറിയാതെ ഞാൻ ചെയ്തു പോയ കാര്യം എന്നുള്ളത് ഞാൻ പറയാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഓർത്ത് വയ്ക്കുക, ബ്രെയിൻ പോലും അറിയാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യം അറിയാതെ ചെയ്തു പോയത്. തീ വരുമ്പോൾ കൈവലിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അടി വരുമ്പോൾ മാറിക്കളയുന്നത്, ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മൾ ഭയങ്കര പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ പറയുന്ന സുഷുമ്നയാണ് റിഫ്ലക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ എല്ലാ റിഫ്ലക്സുകളും ഈ പറയുന്ന സുഷുമ്നയുടെ നിയന്ത്രണത്തിലല്ല നടക്കുന്നത്. സെറിബ്രത്തിൻ്റെ, അതായത് ബ്രെയിനിനകത്തുള്ള സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന ചില റിഫ്ലക്സുകളും ഉണ്ട്. എന്തൊക്കെയാ അത്?
അത്തരത്തിലുള്ള റിഫ്ലക്സുകളെയാണ് നമ്മൾ സെറിബ്രൽ റിഫ്ലക്സ് എന്ന് വിളിക്കുക. എന്ത് വിളിക്കും? സെറിബ്രൽ റിഫ്ലക്സ് എന്ന് വിളിക്കും. അതായത് പ്രകാശം പതിക്കുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മുന്നത് ഒരു തരത്തിലുള്ള സെറിബ്രൽ റിഫ്ലക്സ് ആണ്. പ്രകാശം വരുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണ് ചിമ്മിപ്പോവും, പെട്ടെന്ന് കണ്ണ് ചിമ്മും അല്ലേ? അത് ഒരു സെറിബ്രൽ റിഫ്ലക്സ് ആണ്. റിഫ്ലക്സ് ആണെങ്കിലും അവിടെ ഇൻവോൾവ് ആയിരിക്കുന്നത് നമ്മുടെ സുഷുമ്ന അല്ലെങ്കിൽ സ്പൈനൽ കോഡ് അല്ല, പകരം സെറിബ്രമാണ് എന്നുള്ള ഓർക്കുക. ഇത് കണക്ട് ചെയ്യാനായിട്ട് കണ്ണ് ചിമ്മണം എന്നുള്ള സന്ദേശം വരണമെങ്കിൽ ബ്രെയിനിലേക്ക് പോകാനല്ലേ എളുപ്പം, ദൂരം കുറവാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് സെറിബ്രൽ റിഫ്ലക്സ് ആണ് എന്നുള്ളത് ഓർക്കാൻ പറ്റും. ഓക്കെ, അടുത്ത നോക്കാം. ഇനി ഞാൻ നിങ്ങളോടൊരു കഥ പറയാൻ പോവാം. നിങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് സ്കൂൾ വിട്ട് നിങ്ങൾ വരിക. സ്കൂൾ വിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ എന്താ കഴിക്കാനുള്ളതെന്ന് ആലോചിച്ചുകൊണ്ടായിരിക്കും വീട്ടിലേക്ക് നടക്കുക. ഭയങ്കരമായിട്ട് വിശന്ന് വലഞ്ഞിട്ടൊക്കെ ആയിരിക്കും നടക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് യാതൊരു എനർജി ഉണ്ടാവില്ല, നമ്മളിങ്ങനെ ചത്ത പോലെ തിരിച്ചു വരും. ആ സമയത്ത് നമുക്കറിയാം വീട്ടിലേക്ക് പോവുക, നിങ്ങൾക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, അതുപോലെ ഭയങ്കര ടയേർഡാണ്. ഇത് മാത്രമല്ല നിങ്ങൾക്ക് ബാത്റൂമിലും പോകണം അത്യാവശ്യമായിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുക. വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും കഴിക്കാനും ബാത്റൂമിലൊക്കെ പോകാനും ഒക്കെ. അങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പട്ടി നിങ്ങളെ ഓടിച്ചിടുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് തീരെ ക്ഷീണിച്ചിരിക്കുക, അതുകൊണ്ട് പട്ടി എനിക്കിപ്പോൾ പ്രതികരിക്കാനായിട്ട് പറ്റില്ല, എനിക്കിപ്പോൾ ഓടാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുമോ? ഇല്ല. നിങ്ങൾ പോലും അറിയാത്തൊരു ഊർജ്ജം നിങ്ങളുടെ ശരീരത്തിലേക്ക് വന്നിട്ട് അറിയാതെ നമ്മൾ ഓടിപ്പോവും. നമ്മൾ എന്ത് ചെയ്യും? അറിയാതെ ചിലപ്പോൾ മരത്തിൻ്റെ മുകളിലൊക്കെ കയറിപ്പോവും. കയറി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എങ്ങനെ കയറി നിങ്ങൾ ആലോചിക്കാൻ പോണേ. അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് അങ്ങനെ ഒരു സാഹചര്യത്തെ നേരിടാനായിട്ട് പറ്റിയത്? ഈ ഒരു കാര്യം നടക്കുന്നത് 2 തരത്തിലുള്ള ഏകോപനം കൊണ്ടാണ്. ഒന്ന് നമ്മുടെ നാഡിയുടെ വക, പിന്നൊന്ന് നമ്മുടെ ഹോർമോണിൻ്റെ വക. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന നാഡികളെ കുറിച്ചായതുകൊണ്ട് തന്നെ സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്താണെന്നും ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മുടെ നാഡികൾ എങ്ങനെയാണ് റെഡിയായെന്നുള്ളതുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി നമ്മൾ ഹോർമോണിനെ പറ്റി പഠിക്കുന്ന സമയത്ത് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള ഇതുമായി ബന്ധപ്പെട്ട ഹോർമോണും കൂടെ നമ്മൾ പഠിക്കും. ഇവിടെ നമുക്ക് ഈ നാഡികൾ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്താ? അത് ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള സ്വതന്ത്ര നാഡീ വ്യവസ്ഥയുണ്ട്. അതായത് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഓടിക്കളഞ്ഞു പട്ടി വന്നപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നപ്പോൾ. ഇത്തരത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോധമണ്ഡലത്തിന് വെളിയിൽ നടക്കുന്ന സംഭവങ്ങളെയെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സ്വതന്ത്ര നാഡീ വ്യവസ്ഥയുള്ളത്. ഇത് പെരിഫറൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. പെരിഫറൽ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിയില്ലെങ്കിൽ എടുത്ത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിന് സിമ്പതറ്റിക് വ്യവസ്ഥയെന്നും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയെന്നും ചേർന്നതാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. അതായത് സ്വതന്ത്ര നാഡീ വ്യവസ്ഥയുണ്ട്. ഈ സ്വതന്ത്ര നാഡീ വ്യവസ്ഥയെ രണ്ടാക്കിയിട്ടുണ്ട്. എന്താ അത്? സിമ്പതറ്റിക് വ്യവസ്ഥയെന്നും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയെന്നും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് നോക്കാം എന്താ ഇവർ രണ്ടുപേരും അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, എന്താണ് സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും വ്യവസ്ഥ? അവരെങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടി റെഡിയാക്കിയത്? നമുക്ക് നോക്കാം. ഈ ഒരു പിക്ചറിലുള്ള ടെക്സ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ ഞാനത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. നോക്കാം. ആദ്യം സിമ്പതറ്റിക് വ്യവസ്ഥ. അതായത് ഒരു അടിയന്തര സാഹചര്യം വന്നു, നിങ്ങൾ തളർന്നു വരുമ്പോൾ നിങ്ങളെ പട്ടി ഓടിച്ചിട്ടു. ഇവിടെ ആക്ടിവേറ്റ് ആകാൻ പോകുന്ന നാഡിയുടെ വ്യവസ്ഥയാണ് സിമ്പതറ്റിക് വ്യവസ്ഥ. ഈ സമയത്ത് നമ്മുടെ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു, ഉമിനീർ ഉൽപാദനം കുറയുന്നു, ശ്വാസനാളം വികസിക്കുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ലേ? എന്തിനാണ് പ്യൂപ്പിൾ വികസിക്കുന്നത്? എന്തോ ഒരു അടിയന്തര സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ കണ്ണിനകത്തേക്ക് പ്രകാശം കടന്നു പോകുന്ന ആ ഒരു അപ്പറേച്ചറാണ് പ്യൂപ്പിൾ. അപ്പോൾ കണ്ണിനകത്തേക്ക് കൂടുതൽ പ്രകാശം കടന്നു പോകണം, നമ്മൾ പെട്ടെന്ന് ആക്ട് ചെയ്യണം, നമ്മുടെ ശരീരം എല്ലാം കൊണ്ടും റെഡി ആവുകയാണ് ഇവിടെ. അതുകൊണ്ട് നമ്മുടെ പ്യൂപ്പിൾ എന്ത് ചെയ്യും? വികസിക്കും. ഉമിനീർ ഉൽപാദനം കുറയും. അതുമായിട്ട് ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഉമിനീർ ഉൽപാദനം കുറയും. കാരണം അവിടെ നമുക്ക് ദഹിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഇതാവുമോ ആ ഒരു രുചിയുടെ ഫീലിംഗ് വരുമോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ നമ്മൾ അടിയന്തര സാഹചര്യങ്ങളെയാണ് നേരിടേണ്ടത്. ഓക്കെ, ശ്വാസനാളം വികസിക്കുന്നു. എന്തിനാത്? ശ്വാസം അകത്തേക്ക് കൂടുതൽ വലിക്കണം. പട്ടിയെ കണ്ടപ്പോൾ നമുക്ക് ഓടണം. അതിനു വേണ്ടിയിട്ട് ശ്വാസനാളം എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. അടുത്തതായിട്ട് ഹൃദയമിടിപ്പ് കൂടുന്നു. അല്ലേ? ഒരു അടിയന്തര സാഹചര്യം വരുമ്പോൾ നമ്മൾ അറിയാതെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഹൃദയമിടിപ്പ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ഹൃദയമിടിപ്പ് കൂടുന്നു. ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു. എന്തിനാത്?
നമ്മൾ നേരത്തെ കഴിച്ച ഫുഡും അല്ലെങ്കിൽ നമുക്ക് വിശക്കുന്നു എന്നുള്ള ഫീലിങ്ങും ഒക്കെ നമ്മുടെ ആമാശയത്തിനകത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമാശയം എന്ത് ചെയ്യും? അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് സ്ലോ ആക്കി വെക്കും. കാരണം ഇപ്പം ഇതല്ല ഇമ്പോർട്ടൻറ്റ്, ഇപ്പം ഈ പട്ടിയുടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ തീയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ ഒരു ആമാശയ പ്രവർത്തനങ്ങളൊക്കെ മന്ദീഭവിക്കും. അടുത്തതായിട്ട് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു. ഹിയർ ഈസ് ദ തിങ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഈ ആഹാരത്തിൻ്റെ ഒക്കെ ഒരു ഭാഗത്തെ ഗ്ലൂക്കോസായിട്ട് മാറും. നമ്മൾ ദഹനം പഠിക്കും. അത് മാത്രമല്ല, നമ്മുടെ ബയോളജിയുടെ ലൈവ് സെഷൻ ഉണ്ട്, നമ്മുടെ LDCയുടെ ക്ലാസ്സുകൾ പോകുന്നുണ്ട്, അവിടെ ദഹന വ്യവസ്ഥയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ആക്കി മാറ്റിയിട്ടാണല്ലോ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അവസാനം ഈ ദഹന പ്രവർത്തനത്തിൻ്റെ അവസാനം ലഭിക്കുക. ഈ പറയുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ എന്ന ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലൈക്കോജൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു അടിയന്തര സാഹചര്യം വരുമ്പോൾ ഗ്ലൂക്കോസായിട്ട് മാറും. ഇങ്ങനെ ഗ്ലൂക്കോസായിട്ട് മാറിക്കഴിയുമ്പോൾ ശരീരത്തിന് എനർജി കിട്ടും. ഇപ്പം നിങ്ങൾ ആലോചിക്കും, ഞാൻ വിശന്നല്ലേ പോയേ, എൻ്റെ ശരീരത്തിൽ യാതൊരു എനർജിയും ഇല്ല, പിന്നെ പട്ടിയെ കണ്ടപ്പോൾ എങ്ങനെ നമുക്ക് എനർജി കിട്ടി? നമ്മുടെ ശരീരം സൂക്ഷിച്ചു വെച്ചിരുന്ന ഗ്ലൈക്കോജനെ എടുത്ത് ഗ്ലൂക്കോസാക്കി മാറ്റിയിട്ട് അവിടെ പ്രവർത്തിപ്പിച്ചു. അപ്പോൾ നമുക്ക് എനർജി കിട്ടി. അടുത്തതായിട്ട് കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു. പെരിസ്റ്റാൾസിസം എന്താണെന്നുള്ളത് ദഹനം പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. പെരിസ്റ്റാൾസിസ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ അന്നനാളത്തിലും അല്ലെങ്കിൽ ചെറുകുടലിലും ഒക്കെ കൂടെയുള്ള ഈ അന്നനാളം, മീസോഫാഗസ്, ചെറുകുടൽ നമുക്കറിയാം, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അതുവഴിയൊക്കെയുള്ള ഈ ആഹാരത്തിൻ്റെ മൂവ്മെൻറ്റിനെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അടിയന്തര സാഹചര്യം വന്നിരിക്കുമ്പോൾ പെരിസ്റ്റാൾസിസ് നടത്തിക്കൊണ്ടിരിക്കാൻ നേരമുണ്ടോ? ഇല്ല. അതുകൊണ്ട് അത് മന്ദീഭവിക്കും. അതുപോലെ തന്നെ ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു. ആ ഹോർമോണാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ആവശ്യമുള്ള ഹോർമോൺ. അത് നമ്മൾ ഹോർമോൺ പഠിക്കും. ഓക്കെ. അതുപോലെ മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. എന്താ ഈ പൂർവ്വസ്ഥിതി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു മസിൽ പ്രവർത്തിക്കുമ്പോഴാണ് അത് ചുരുങ്ങുക അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യുക. മസിൽ പ്രവർത്തിക്കുമ്പോഴാണ് അത് കോൺട്രാക്ട് ചെയ്യുക. ഇവിടെ മൂത്രാശയം എന്ത് ചെയ്യുന്നു? റിലാക്സ് ആയിട്ടിരിക്കുന്നു, പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. അതായത് നമുക്ക് അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ പോകണമായിരുന്നു, പക്ഷെ പട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ടെൻഡൻസി നമുക്ക് പോയി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂത്രാശയം എന്ത് ചെയ്യും? ഇപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള നേരമില്ല, കാരണം ഈ ഒരു സാഹചര്യം നേരിടണം, അപ്പം അതിനുവേണ്ടി റെഡിയാവാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിലെ സിമ്പതറ്റിക് വ്യവസ്ഥ, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അടിയന്തര അത്യാവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ബോഡിയെ റെഡിയാക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് സ്കൂൾ വിട്ട് ക്ഷീണിച്ചു വന്ന നിങ്ങൾക്ക് ഈ പറയുന്ന സാഹചര്യത്തെ നേരിടാനുള്ള ആ ഒരു ഊർജം കിട്ടിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നത്? ഒരു അടിയന്തര സാഹചര്യം വരുന്നു, നമ്മൾ പേടിക്കുന്നു, നമ്മൾ പേടിച്ചോടുന്നു. ആ സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നു? നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റിമുലൈ വന്നു, ഒരു തീ വന്നു, നമ്മൾ പെട്ടെന്ന് ആക്ട് ചെയ്യുന്നു. ആ സമയത്ത് എന്തൊക്കെ സംഭവിക്കും? നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കും, നമ്മുടെ ഉമിനീര് ഗ്രന്ഥികളുടെ പ്രവർത്തനം കുറയും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ എടുത്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റിയിട്ട് ശരീരത്തിൽ പ്രവർത്തിപ്പിക്കും. അങ്ങനെ ഈ പറയുന്ന അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് ബോഡി റെഡിയാവും. ഓക്കെ. ഇപ്പം നമ്മൾ ആ പട്ടിയെ കണ്ടു, നമ്മൾ ഓടിപ്പോയി രക്ഷപ്പെട്ടു, അയൽവക്കത്തെ വീട്ടിൽ കയറി, അല്ലെങ്കിൽ നമ്മൾ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി എന്തെങ്കിലും ചെയ്തു, നമ്മൾ ആ ഒരു അടിയന്തര സാഹചര്യത്തെ നേരിട്ടു, നമ്മളിപ്പോൾ രക്ഷപ്പെട്ടു, നമ്മൾ പൂർവ്വസ്ഥിതിയിലായി. ഇപ്പം എന്ത് സംഭവിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ശരീരത്തിൽ ഇല്ലാത്ത എനർജി എടുത്ത് നമ്മൾ ഓടി രക്ഷപ്പെട്ടു ഒരു സ്ഥലത്ത് ചെന്നിരുന്നു. ഇപ്പം നമ്മുടെ ശരീരത്തിൽ എന്താണ് ഉണ്ടാവുക? തളർച്ചയുണ്ടാവും തീർച്ചയായിട്ടും. ഇല്ലാത്ത എനർജി എടുത്താണ് നമ്മൾ ഓടിയത്, നമ്മൾ മടുത്തു പോകും, നമ്മൾ കിതച്ചു പോകും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നോക്കാം. ഇങ്ങനെ അടിയന്തര സാഹചര്യത്തെ സിമ്പതറ്റിക് വ്യവസ്ഥ കൊണ്ട് നമ്മൾ നേരിടുമ്പോൾ ഈ ഒരു സാഹചര്യം കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരണം. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന ആ നാഡീവ്യവസ്ഥയാണ് പാരാസിമ്പതറ്റിക് വ്യവസ്ഥ. ഇവ രണ്ടുപേരും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇവന് പാരയാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാം. പാരാസിമ്പതറ്റിക് വ്യവസ്ഥ എന്താണ് ചെയ്യുന്നത്? ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ കണ്ണിലെ പ്യൂപ്പിൾ വികസിച്ചു, അതായത് കൂടുതൽ പ്രകാശം കണ്ണിനകത്തേക്ക് വരണമല്ലോ, അതുകൊണ്ട് പ്യൂപ്പിൾ വികസിച്ചു. ഇവിടെ എന്ത് സംഭവിക്കും? കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങും, നേരെ ഓപ്പോസിറ്റ് നമ്മുടെ സാധാരണ ഉള്ള പൊസിഷനിലേക്ക് വരും. ഉമിനീർ ഉൽപ്പാദനം കൂടുന്നു. ഇവിടെ ഉമിനീർ ഉൽപ്പാദനം കുറഞ്ഞു, അപ്പോൾ പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും അത് കൂടും. ശ്വാസനാളം സങ്കോചിക്കും, അതായത് കോൺട്രാക്ട് ചെയ്യും, വീണ്ടും തിരിച്ചുള്ള പൊസിഷനിലേക്ക് ചെല്ലും. ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നു. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് കിതയ്ക്കുന്നത്. അവിടെ നമ്മുടെ ശ്വാസനാളം വികസിച്ചു, ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നു. ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാവുന്നു. അതായത് സ്കൂൾ വിട്ട് വരുന്ന നമുക്ക് വീണ്ടും വിശപ്പുണ്ടാവുന്നു. നമ്മളിപ്പോൾ രക്ഷപ്പെട്ടു കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് ഫുഡ് വേണം.
ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. ഗ്ലൈക്കോജനെ നേരത്തെ ഗ്ലൂക്കോസ് ആക്കിയിട്ട് നമുക്ക് എനർജി തരാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അടിയന്തര സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ പറയുന്ന ഗ്ലൂക്കോസിനെ എല്ലാം തിരിച്ച് ഗ്ലൈക്കോജനാക്കി മാറ്റിയിട്ട് എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കും, ഇനി ആവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തത്, കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലാകുന്നു. പറയുന്ന പെരിസ്റ്റാൾസിസ് എന്ത് ചെയ്യുന്നു? സാധാരണ പോലെ ആവുന്നു. വീണ്ടും ഹോർമോൺ ഉൽപ്പാദനം കുറയുന്നു. ഇവിടെ ഉണ്ടായ ഹോർമോണിന്റെ ഉൽപ്പാദനം എന്ത് ചെയ്യുന്നു? കുറയുന്നു, താഴേക്കാവുന്നു. അതുപോലെ മൂത്രാശയം ചുരുങ്ങുന്നു. അതായത് ഞാൻ പറഞ്ഞു, ഓരോ മസിലുകളും പ്രവർത്തിക്കുമ്പോഴാണ് അവർ കോൺട്രാക്ട് ചെയ്യുക, ചുരുങ്ങുക എന്നുള്ളത്. അതായത് വീണ്ടും നമുക്ക് ബാത്റൂമിൽ പോകണം, ആ അടിയന്തര സാഹചര്യത്തെ നേരിട്ട് കഴിഞ്ഞു, ഇനിയിപ്പോൾ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നു. നിങ്ങൾക്ക് സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഒരു സാഹചര്യം ഓർത്ത് വെക്കുക, എങ്ങനെയാണ് അടിയന്തര സാഹചര്യങ്ങളെ നേരിടുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ഇത് കാണാതെ പഠിക്കൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവൻ്റെ പാരയായിട്ടുള്ള ഇവൻ എന്നുള്ളത് നോക്കുക. ഓക്കെ അല്ലേ കൺസെപ്റ്റ്? അടുത്ത കാര്യം നോക്കാം. സിമ്പതറ്റിക് സിസ്റ്റം എന്താണെന്ന് പഠിച്ചു, പാരാസിമ്പതറ്റിക് സിസ്റ്റം എന്താണെന്ന് പഠിച്ചു. ഈ സിമ്പതറ്റിക് സിസ്റ്റവും പാരാസിമ്പതറ്റിക് സിസ്റ്റവുമാണ് നമ്മുടെ ശരീരത്തിലെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ അടിയന്തര സാഹചര്യത്തെ നേരിടാൻ നേരം നമ്മുടെ ശരീരത്തിലെ സകല എനർജി എടുത്ത് നമ്മൾ അങ്ങോട്ട് ഉപയോഗിക്കും. അത് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ എന്ത് ചെയ്യും? ടയേർഡാവും. ഓക്കെ, അത് കഴിയുമ്പോൾ 2 ഓലക്കീറോ വെള്ളത്തുണി എടുത്തോ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ടയേർഡാവും. അതിൻ്റെ കാരണം എന്താ? സിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ആയിരുന്ന സമയത്ത് എല്ലാ എനർജിയും കൂടെ എടുത്ത് ഉപയോഗിച്ച് ആ ഒരു സിറ്റുവേഷനെ നേരിട്ടത് കൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ സംഭവം ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത് നോക്കാം. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം, കഴിഞ്ഞ ബയോളജിയുടെ SCRT സീരീസിലും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത് നാഡീ വ്യവസ്ഥയാണ്. നമ്മുടെ മസ്തിഷ്കം, സുഷുമ്ന അല്ലെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡ്, ബ്രെയിന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ന്യൂറോൺ, എങ്ങനെ നാഡീ വ്യവസ്ഥ, എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഈ നാഡീ വ്യവസ്ഥയ്ക്കും ചില തകരാറുകളും രോഗങ്ങളും ഒക്കെ സംഭവിക്കാറുണ്ട്. നാഡീ വ്യവസ്ഥയ്ക്ക് വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. PSC ഒരുപാട് പ്രാവശ്യം ചോദിക്കുകയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വൃത്തിയായിട്ട് കൊടുത്തിട്ടുള്ളതും കൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. എന്താണ്? നമ്മുടെ നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് പേവിഷബാധ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ സ്വയമേവ ഉണ്ടാവുന്നതല്ല, നിങ്ങൾക്കറിയാം. എന്താണ്? ഡോഗ് അല്ലെങ്കിൽ വോൾഫ് തുടങ്ങിയിട്ടുള്ള മൃഗങ്ങൾ കടിക്കുമ്പോൾ അതിൽ നിന്നും ആ ഒരു ഇൻഫെക്ഷനിൽ നിന്നും ഉണ്ടാവുന്ന രോഗമാണ് പേവിഷബാധ എന്ന് പറയുന്നത്. അത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിലെ അല്ലെങ്കിൽ ന്യൂറോണുകളെ ആണ്, നാഡീ വ്യവസ്ഥയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന സന്ദേശങ്ങളും ആവേഗങ്ങളും ഒക്കെ അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റാതെ നമ്മുടെ കൺട്രോളിലല്ലാതെ ആയി പോകുന്നത് എന്നുള്ളത് വെച്ച് കണക്ട് ചെയ്ത് നിങ്ങൾ ഓർക്കുക. പേവിഷബാധ ബാധിക്കുന്നത് എന്തിനെയാണ്? നാഡീ വ്യവസ്ഥയാണ്. PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അത് നോക്കി വയ്ക്കുക. ഓക്കെ, ഇനി ഇതല്ലാതെ നമ്മുടെ നാഡീ കലകളെ ബാധിക്കുന്ന മറ്റു രോഗങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഒരു ഇൻഫെക്ഷൻ ആയിട്ടല്ലാതെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ഈ സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, തന്മാത്ര. നമ്മൾ തിയേറ്ററിലൊക്കെ പോയിരുന്ന് കണ്ട് ഒരുപാട് കരഞ്ഞിട്ടുള്ള സിനിമയാണ്. ഇതിൽ മോഹൻലാലിന് വരുന്ന ആ ഒരു അസുഖം എന്താണ്? അൽസീമേഴ്സ് ആണ്. എന്താണ് അൽസീമേഴ്സ്? എന്തിനെയാണ് അത് ബാധിക്കുന്നത്? നോക്കാം. അൽസീമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു രോഗം മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാവുന്നതാണ്. മസ്തിഷ്കം എന്താണെന്നറിയാം, ബ്രെയിനാണ്. ബ്രെയിനിലുള്ള ന്യൂറോണുകളിൽ, നാഡീകലകൾ എന്ന് പറയുമ്പം നമ്മുടെ ന്യൂറോണുകളിൽ എന്ത് വരുന്നു? അലേയമായ, അതായത് ഡിസോൾവ് ആയി പോകാത്ത, അലിഞ്ഞു പോകാത്ത ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. അലേയമായ എന്ന് വെച്ചാൽ ഡിസോൾവ് ആവാത്ത ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നു. ആ പ്രോട്ടീൻ അവിടെ അടിഞ്ഞുകൂടുന്നു. അങ്ങനെ അടിഞ്ഞുകൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ന്യൂറോണുകൾ നശിച്ചു പോകുന്നു. നിങ്ങൾക്കറിയാമല്ലേ ന്യൂറോൺ എന്താന്ന്? അതായത് നാഡീകലകളാണ് അവർ, നാഡീകോശങ്ങളാണ് അവർ. ഈ ന്യൂറോണുകൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സന്ദേശങ്ങൾ പരസ്പരം കൈമാറുകയുള്ളൂ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. ഈ പറയുന്ന ന്യൂറോണുകൾ മസ്തിഷ്കത്തിനകത്ത് നശിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും കൃത്യമായിട്ട് സന്ദേശങ്ങളൊന്നും വരാതെ വരും. അത് മാത്രമല്ല, ഓർമ്മ, ബുദ്ധി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ തലച്ചോറിലായിരിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അത് എഫക്റ്റ് ചെയ്യും. എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ? കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, ആ സിനിമയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് ഇന്നിപ്പോൾ പല്ല് തേക്കണം, അല്ലെങ്കിൽ കുളിച്ചു കഴിഞ്ഞാൽ തല തോർത്തണം തുടങ്ങിയിട്ടുള്ള ഓർമ്മകളൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ തലയിൽ കിടക്കുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ള ഓർമ്മകളാണ്. ഇന്ന് രാവിലെ ഏത് ബ്രഷ് കൊണ്ടാ പല്ല് തേച്ച് എന്നൊക്കെയുള്ള ഓർമ്മകൾ. അത്തരത്തിലുള്ള സിമ്പിൾ ഓർമ്മകൾ പോലും തലച്ചോറിൽ നിന്നും ഇല്ലാതെയാവുന്നു എന്നുള്ളതാണ്. കൂട്ടുകാരെയും ബന്ധുക്കളെയും പോലും തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ മറ്റൊരു ലക്ഷണം.
അതായത് നമ്മുടെ സുഹൃത്തുക്കളെ ഒന്നും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനകത്ത് അത് സേവ് ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് അവർ നമ്മുടെ കൂട്ടുകാരാണ്, ബന്ധുക്കാരാണ്, കണ്ടവരാണ്, പരിചയമുള്ളവരാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ആ ഒരു സംഭവം ഈ ന്യൂറോൺ നശിക്കുന്നതോടുകൂടി ഈ ഓർമ്മകളൊക്കെ തലച്ചോറിൽ നിന്നും ഇല്ലാതാവുന്നു. അതുപോലെ തന്നെ ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരുന്നു. ആ സിനിമ കണ്ടാൽ അറിയാം, അതിലെ മോഹൻലാലിന് അദ്ദേഹത്തിൻ്റെ ദിനചര്യകൾ പോലും ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷനാണ് അതിനകത്തുള്ളത് അല്ലേ. കുട്ടിക്കാലത്തേക്ക് പോകുന്ന രീതിയിലുള്ള വളരെ കുഞ്ഞു കുട്ടി പെരുമാറുന്ന രീതിയിൽ പെരുമാറുന്നു. കാരണം കുഞ്ഞു കുട്ടിയായിരിക്കുന്ന കാലത്ത് നിന്നും നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ ദിനചര്യകളും നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ തലച്ചോറിൽ ഫീഡായി ഇരിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒരു ഓർഡറിൽ ചെയ്തു പോകുന്നത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർക്കുന്നതല്ലാതെ നമ്മുടെ തലച്ചോറിലെ ഓർമ്മയിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പോലും അറിയാതെ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഒരു സിസ്റ്റം പോലെ ആ സേവ്ഡ് മെമ്മറീസ് ഡിലീറ്റായി പോകുന്നു, വൈറസ് ബാധിച്ച പോലെ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത്തരത്തിലുള്ള കേവല ഓർമ്മകൾ പോലും നഷ്ടപ്പെടുന്നു, ദിനചര്യകൾ പോലും ചെയ്യാൻ പറ്റാതെ വരുന്നു. അതാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗം മൂലം ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തതായിട്ടുള്ളൊരു രോഗമാണ് പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത്, പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. ഈ ഒരു രോഗം സിനിമകളിൽ, നമ്മുടെ മലയാളം സിനിമകളിലൊക്കെ വന്നിരിക്കുന്നത് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പല ഇംഗ്ലീഷ് മൂവീസും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് ഷോർട്ട് ഫിലിമുകളുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. ഈ രോഗം എന്ന് പറയുന്നത് കൂടുതലായിട്ടും വയസ്സായിട്ടുള്ള ആളുകളിലാണ് വരുന്നത്. ചുരുക്കമായിട്ട് നമ്മുടെ യുവാക്കളിലും ഒക്കെ കണ്ടുവരുന്ന ഒരു അസുഖമാണിത്. എന്താണ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? നമ്മുടെ മസ്തിഷ്കത്തിലെ ഒരു പ്രത്യേക തരം ഗാംഗ്ലിയോണുകളുടെ നാശമാണ് സംഭവിക്കുന്നത്. ഗാംഗ്ലിയോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന നാഡീകോശങ്ങളുണ്ടല്ലോ, ന്യൂറോണുകൾ, അവയുടെ ഒരു ക്ലസ്റ്ററാണ്. അവ ഇങ്ങനെ കൂട്ടി ഒരുപാടെണ്ണം ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഗാംഗ്ലിയോൺ എന്ന് വിളിക്കും. അതായത് ഒരുപാട് നാഡീകോശങ്ങൾ ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ ഗാംഗ്ലിയോണുകൾ എന്ന് വിളിക്കുക. ഒരു ക്ലസ്റ്റർ പോലെ ഇരിക്കും. അത്തരത്തിലുള്ള ഗാംഗ്ലിയോണുകൾ നശിച്ചു പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു പാർക്കിൻസൺസ് രോഗത്തിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇതാണ് ചോദിക്കാൻ ചോദിച്ചിട്ടുണ്ട്. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന നാഡീയ പ്രേഷണത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. എന്താ നാഡീയ പ്രേഷണം? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇത് നിങ്ങൾ നോക്കി വെച്ചോ, നിങ്ങൾക്ക് ആവശ്യം വരുമെന്ന്. അതായത് ഈ പറയുന്ന നമ്മുടെ നാഡീകോശമുണ്ടല്ലേ, ഇത്തരത്തിൽ ഡെൻഡ്രോൺ ഉണ്ട്, ഡെൻഡ്രൈറ്റ് ഉണ്ട്, ആക്സോണുകളുണ്ട്, ഇങ്ങനെ പോകുന്നു. എന്നിട്ട് ഇവിടെ പറയുന്ന ഈ സിനാപ്റ്റിക് നോബുകളിൽ ചെന്ന് അവസാനിക്കുന്നതാണ് നമ്മുടെ ഒരു ന്യൂറോണിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യമാണ്. ഓക്കെ, കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് കണ്ടു നോക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഒരു ന്യൂറോൺ ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഇങ്ങനെ നമ്മൾ എന്താ പറയുക, മൈലിൻ ശക്തൊക്കെ വെച്ച് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു ന്യൂക്ലിയസും ഉണ്ട്. ഈ രീതിയിലുള്ള ഒരു ന്യൂറോൺ. ഈ ന്യൂറോണിൻ്റെ ഈ പറയുന്ന സിനാപ്റ്റിക് നോബിൽ നിന്നും ഒരു നാഡീയ പ്രേക്ഷകം, അതായത് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു രാസവസ്തു ഈ സിനാപ്സ് എന്ന് പറയുന്ന ഈ ഒരു ഗ്യാപ്പിലേക്ക് വരികയും അവിടെ നിന്നും അടുത്ത ന്യൂറോണിലേക്ക് സന്ദേശങ്ങൾ, അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലേക്ക് സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു പേശീകോശവുമായിട്ടായിരിക്കും കൈമാറുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഹോർമോണിൻ്റെ ഒരു ഗ്രന്ഥിയുടെ കോശത്തിലേക്കായിരിക്കും കൈമാറുന്നത്. ഈ രീതിയിലാണ് ഇത് പോകുന്നത്. ഈ പറയുന്ന സിനാപ്സിൽ, ഈ പറയുന്ന ഗ്യാപ്പിൽ ഈ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ആവേഗങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം സഞ്ചരിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ മൂലമാണ്, അല്ലെങ്കിൽ നാഡീയ പ്രേക്ഷകം മൂലമാണ്. ആ നാഡീയ പ്രേക്ഷകം ഇവിടെ ഉൽപ്പാദിപ്പിക്കാതെ വരുന്നു, അത് കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ്? ഡോപ്പമിൻ എന്ന പേരിലുള്ള നാഡീയ പ്രേക്ഷണത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. അങ്ങനെ കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് സന്ദേശം കൈമാറില്ല, ഭയങ്കര പതുക്കെ ആയിരിക്കും സന്ദേശം കൈമാറുക. അതായത് ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം ബ്രെയിനകത്ത് ആ കാര്യം എത്തുന്നേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ബ്രെയിൻ ആ നിർദ്ദേശം കയ്യിലേക്ക് കൊടുക്കുന്നേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആയിപ്പോവും. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? ശരീരത്തിൻ്റെ തുലന നില നഷ്ടപ്പെടുന്നു. അതായത് നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഈ കാലെടുത്ത ശേഷം അടുത്ത കാല് വെക്കുക എന്നുള്ള സന്ദേശം വളരെ പെട്ടെന്ന് എത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ തുലന നില നഷ്ടപ്പെടുന്നത്. പേശികളുടെ ക്രമരഹിതമായിട്ടുള്ള ചലനം, അതായത് വിറയൽ പോലെയൊക്കെ ഉണ്ടാവുന്നു. ക്രമരഹിതമായിട്ട് ചലിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. ശരീരത്തിന് വിറയൽ സംഭവിക്കുന്നു, വായിൽ നിന്നും ഉമിനീര് ഒഴുകുന്നു തുടങ്ങിയവയാണ് ഈ പറയുന്ന പാർക്കിൻസൺസ് രോഗത്തിൻ്റെ, പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ,
മലയാളത്തിലെ ഒരു ക്ലാസിക് മൂവിയാണ് സർഗം അല്ലേ? നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. അഥവാ കണ്ടിട്ടില്ലെങ്കിൽ പോലും പല ട്രോളിലൊക്കെ കൂടെ നിങ്ങൾ ഈ ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കുട്ടൻ തമ്പുരാൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അദ്ദേഹത്തിന് എന്താണ് അസുഖം? എന്താണ് അവിടെ സംഭവിക്കുന്നത്? എപ്പിലെപ്സി എന്ന് പറയുന്ന അസുഖം, അല്ലെങ്കിൽ അപസ്മാരമാണ് ആ ഒരു ക്യാരക്ടറിനുള്ളത്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളും മറ്റുമൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ കാര്യങ്ങൾ എന്താണെന്നുള്ളത് പഠിക്കാം. എന്താണ് എപ്പിലെപ്സി എന്ന് പറയുന്ന രോഗം? അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായിട്ടുള്ള വൈദ്യുത പ്രവാഹം ഉണ്ടാവുന്നത് കൊണ്ടാണ്. നമ്മൾ പറഞ്ഞു, നമ്മുടെ ന്യൂറോണിലൂടെ സന്ദേശങ്ങളൊക്കെ കൈമാറുന്നത് വൈദ്യുത ആവേഗം പോലെയാണ് കൈമാറുന്നത് എന്നുള്ളത്. അത് വളരെ ക്രമരഹിതമായിട്ട് തലച്ചോറിൽ സംഭവിക്കുന്നു, തുടർച്ചയായിട്ട് ക്രമരഹിതമായിട്ട് ഉണ്ടാവുന്നു. അതായത് ഈ ഒരു എപ്പിലെപ്സി വരുന്ന ആള് ആ ഒരു അപസ്മാരം വരുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സമയത്തെ കാര്യമാണ് പറയുന്നത്. ആ സമയത്ത് ക്രമരഹിതമായിട്ടുള്ള ഒരു ഇലക്ട്രിക് ഇമ്പൾസ്, ഇങ്ങനെ ഇലക്ട്രിക് എന്താ പറയുക, ആവേഗം തലച്ചോറിനകത്ത് ഉണ്ടാവുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? തുടരെയുള്ള പേശി സങ്കോചം സംഭവിക്കുന്നു. അതായത് നമ്മുടെ മസിൽ പെട്ടെന്ന് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്നു, പെട്ടെന്ന് പ്രവർത്തിക്കുന്നു. അതുമൂലം സന്നി ഉണ്ടാവുന്നു. അതായത് ആ വിറയിൽ വന്ന് വീഴുമല്ലോ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നു. വായിൽ നിന്ന് നുരയും പതയും വരുന്നു. അതുപോലെ പല്ല് കടിച്ചു പിടിക്കുകയും ചെയ്യുന്നു. തുടർന്ന് രോഗി അബോധാവസ്ഥയിലാവുന്നു. ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ ആ സിനിമയുടെ അതിൽ സീന് കണ്ടാലും നിങ്ങൾക്ക് ഓർത്ത് നിൽക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നു? അവസാനം രോഗി അബോധാവസ്ഥയിലേക്കായിട്ട് മാറുന്നു. ഇതാണ് എന്ത് വരുന്നത്? അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി വരുമ്പോൾ ഉണ്ടാവുന്നത് എന്നോർക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ പല രോഗങ്ങളും ചികിത്സിച്ച് മാറ്റാനായിട്ട് നമുക്ക് ഇന്ന് വൈദ്യശാസ്ത്രത്തിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതികളൊന്നുമില്ല. അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള പല രീതികളും ഇപ്പോൾ വൈദ്യശാസ്ത്രം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മാറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല. അതിൻ്റെ ഒരു കാരണം നിങ്ങൾ ആലോചിച്ചാൽ തന്നെ അറിയും. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഏറ്റവും ആയുസ് കൂടുതലുള്ള ഒരു സെല്ലാണ്, കോശമാണ് നമ്മുടെ ന്യൂറോണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ആയുസ് കൂടിയ ഒരു സാധനം നശിച്ചു പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന് പ്രശ്നം വന്നു കഴിയുമ്പോൾ അതിന് പകരം വെക്കാനില്ല എന്നുള്ളത് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. ഇപ്പോൾ മുമ്പുള്ളതിനേക്കാളും ഒക്കെ വൈദ്യശാസ്ത്രത്തിൽ വളരെ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗിയെ നമുക്ക് വീണ്ടും പഴയ കണ്ടീഷനിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താതെ അവർക്ക് വേണ്ട കെയർ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ നമുക്ക് അവരോട് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു വഴിക്ക് പോവുകയായതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രധാനപ്പെട്ട 2 ദിനങ്ങളും കൂടെ പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള 2 ദിനങ്ങളും കൂടെ നമുക്ക് നോക്കി വയ്ക്കാം. എന്തൊക്കെയാണ്? ലോക അൽഷിമേഴ്സ് ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനം എന്ന് പറയുന്നത്. 2023 അതിൻ്റെ തീം എന്ന് പറയുന്നത് നെവർ ടു ഏർലി നെവർ ടു ലേറ്റ് എന്നാണ്. നെവർ ടു ഏർലി നെവർ ടു ലേറ്റ് എന്നാണ്. അതുപോലെ തന്നെ ലോക എപ്പിലെപ്സി അവയർനെസ് ഡേ എന്ന് പറയുന്നത് എന്നാണ്? അത് മാർച്ച് 26 എപ്പിലെപ്സി എന്ന് പറയുമ്പോൾ നമ്മുടെ അപസ്മാരത്തിൻ്റെ ഒരു അവയർനെസ് ഡേ എന്ന് പറയുന്നത് മാർച്ച് 26. ആ ദിവസത്തെ പർപ്പിൾ ഡേ എന്നും പറയാറുണ്ട് എന്നുള്ളതും കൂടെ ഒരു ഫാക്റ്റാണ്, അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഫെബ്രുവരി 13 ആഗോള എപ്പിലെപ്സി ഡേ. ഇന്ത്യയിലാണെങ്കിൽ അത് നവംബർ 17. ഓക്കെ, ഈ ഒരു ഫാക്റ്റുകളും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നമ്മൾ ഇത്രയും എന്താ പറയുക, നാഡീ വ്യവസ്ഥയെക്കുറിച്ചും അതിൻ്റെ ഡിസോർഡറിനെ കുറിച്ചും ഒക്കെ പഠിച്ചതുകൊണ്ടാണ് ഈ ഒരു ഫാക്റ്റ് ഇവിടെ ആഡ് ഓൺ ആയിട്ട് ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ SCERT ഇപ്പം നമ്മൾ വളരെ രസകരമായിട്ട് പഠിച്ചു പോവുകയാണ്. സയൻസിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളിലാണെങ്കിലും SCERTയുടെ വീഡിയോസ് പോകുന്നുണ്ട്. അപ്പോൾ സയൻസിൻ്റെ മറ്റ് SCERT വീഡിയോസും ഇനി പുറകെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ പഠിക്കുന്ന ഒരു ജേർണിയിൽ അത് വളരെയധികം ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. LDCക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പഠനത്തിൻ്റെ വേഗതയെ വളരെ ഈസിയാക്കി എടുക്കാനായിട്ട്, നമ്മുടെ ഓർമ്മയെയും ബുദ്ധിയെയും ഒക്കെ ഉത്തേജിപ്പിക്കാനായിട്ട് ഒരു കഥ പോലെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്നുള്ളൊരു ബേസോട് കൂടി പഠിക്കുന്നത് എപ്പോഴും നമ്മുടെ പഠനത്തിന് വളരെ നല്ലതായിരിക്കും. ആ ഒരു കാര്യം അത്യാവശ്യമായതുകൊണ്ടാണ് SCERT ഈ ഒരു രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു മികച്ച റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. ഫാക്റ്റുകൾ മാത്രമായിട്ട് നമ്മുടെ തലച്ചോറിൽ അടുക്കി വെക്കുന്ന സമയത്ത് തലച്ചോറ് ചിലപ്പോൾ അതിനെ ഇറേസ് ചെയ്ത് കളയും. പക്ഷേ എന്തുകൊണ്ട് ഈ ഫാക്റ്റുകൾ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കൺസെപ്റ്റ് വൈസ് നമ്മൾ പഠിച്ചു വെച്ചാൽ നമ്മുടെ പ്രസ്താവനാ ചോദ്യങ്ങൾ പോലും നമ്മളെ കുഴപ്പിച്ച് കളയില്ല. ഈ ഒരു കാര്യം കഴിഞ്ഞ കുറേ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു.
SCERT ഈ രീതിയിൽ പഠിച്ചു പോകുമ്പോൾ അത് നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ ഇരിക്കുമ്പോൾ അത് നിങ്ങളുടെ മസ്തിഷ്കത്തെ അല്ലെങ്കിൽ ബ്രെയിനിനെ ആ ഓർമ്മയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ എടുത്തു തരാനായിട്ട് സഹായിക്കും എന്നും വിചാരിക്കുന്നു. ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും വരും വീഡിയോകളിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.